വെറുതെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഇവരെ കണ്ടത്. അടിപൊളിയല്ലേ? ഇതൊരു ഫാമാണെന്നാണ് തോന്നുന്നത്. കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഒന്ന് വണ്ടി ഓടിച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് പശുക്കൂട്ടങ്ങളെ കണ്ടു. ഇതും ഒരു ഫാം തന്നെയാണ്. സാധാരണ ഇവറ്റകൾ ഈ ഒരു ടൈം പീരീഡിൽ അകത്താണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ കുറച്ച് കുറഞ്ഞ് നല്ല വാമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവറ്റകളെ പുറത്തിറക്കി കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തെല്ലാം കറങ്ങി അടിച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നല്ലോണം വിശന്ന് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചാലൊന്ന്. 2-3 റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഒന്ന് വണ്ടി ഓടിച്ചൊന്ന് കറക്കി. പിന്നെയാണ് ആലോചിച്ചത് ചിലവിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ വണ്ടി നേരെ വീട്ടിലോടെ തിരിച്ച് വരുന്ന വഴി ആലോചിച്ച് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണ രീതിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ സൂഷി റൈസ്, അതായത് സ്റ്റിക്കി റൈസ് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയി നമ്മുടെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങാം. കമാൺ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡറും ലൈം ജ്യൂസും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഒരു 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്. ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. സാധാരണ ഫ്രൈഡ് റൈസ് നമ്മൾ ചിക്കൻ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും സോസ് വെച്ച് മാറിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ്. എനിക്ക് ഒരു പുഴുങ്ങിയ ടേസ്റ്റ് ഇഷ്ടമല്ല, ഒരു ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചില്ല, ഞാൻ ബോണൻ ചിക്കനാണ് ഉപയോഗിച്ചത്. ബോണെല്ലാം ചിക്കനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ മസാലയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അങ്ങനെയൊക്കെ ചേർച്ച കടിപിടി സാധനങ്ങളൊക്കെ ചേർത്ത് തിളപ്പിച്ച് സൂപ്പ് ഉണ്ടാക്കുവാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിലിങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ട് വെക്കും. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സൗണ്ട് വെക്കത്തില്ല, ആ ഒരു സൗണ്ട്. ഫ്രൈഡ് റൈസിന് നമുക്ക് ചിക്കൻ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ആ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ തവി കൊണ്ട് നല്ലോണം കുത്തിപ്പൊടിച്ചിട്ട് നമുക്കിതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെസമി ഓയിലാണ്, അത് നമ്മുടെ എള്ളെണ്ണ. അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, പിന്നെ അടുത്ത് കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് ക്യാബേജ്, ഇനിയും കുറച്ച് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇതെല്ലാം ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നമുക്ക് തോരനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്താൽ മതി ചെറുതായിട്ട്. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പോടെ ചേർത്ത് വേവിച്ച് മാറ്റിയേക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ആവശ്യം അനുസരിച്ച് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത പരിപാടി അങ്ങോട്ട് നോക്കാം. പാത്രമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത നമുക്ക് നമ്മുടെ എഗ്ഗ് അങ്ങോട്ട് സ്ക്രാമ്പിൾ ചെയ്യാം. 2 എഗ്ഗേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്ര എഗ്ഗ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ 2 എടുക്കുന്നുള്ളൂ. 2 ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉപ്പ് കൂടൊക്കെ ചേർത്ത്, ഒരുപാട് ഉപ്പ് ഇടണ്ട, പിന്നീട് നമുക്ക് സോസൊക്കെ ഉപയോഗിക്കേണ്ടതാണ്, ശകല ഉപ്പ് ഇടാവുള്ളൂ. ഇതൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിങ്ങനെ എഗ്ഗ് ഇളക്കി ഒരു പ്രത്യേക കൺസിസ്റ്റൻസി ആകുന്നതിനും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി ഡ്രൈഡും അല്ല എന്നാൽ മോയ്സ്റ്റും ഉണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന സൂഷി റൈസ് അങ്ങോട്ട് ചേർക്കാം. സൂഷി റൈസ് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് കംപ്ലീറ്റ്ലി കുളമാവും. ഓരോ റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കണം, എന്നാലേ നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങോട്ട് ശരിയാവത്തുള്ളൂ. ഈ എഗ്ഗ് മോസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഈ റൈസ് ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസിൽ നല്ലോണം എഗ്ഗെല്ലാം കോട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ റൈസ് അങ്ങോട്ട് ചേർക്കുന്നത്. റൈസ് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എഗ്ഗൊക്കെ എല്ലായിടത്തും അങ്ങോട്ട് എത്തിപ്പറ്റട്ടെ. ഒരു 1-2 മിനിറ്റ് മിക്സ് ചെയ്താൽ മതിയാവും. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റൈസ് എല്ലാം അങ്ങോട്ട് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കനും വേവിച്ച് വെച്ച വെജിറ്റബിൾസും കൂടെ ചേർക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് ചേർക്കാം. ആവശ്യത്തിന് എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം, ഞാനിവിടെ ആവശ്യത്തിന് ചേർക്കുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓയിസ്റ്റർ സോസ് കൂടെ ചേർക്കാം. ഓയിസ്റ്റർ സോസ് ചേർക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചേർക്കണം. നമ്മൾ എല്ലാത്തിലും ഉപ്പിട്ടാണ് നമ്മളെല്ലാം കുക്ക് ചെയ്തത്. അപ്പോൾ ശകലം ഓയിസ്റ്റർ സോസ് ചേർക്കാവുള്ളൂ ആദ്യം. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടി കഴിക്കാൻ പറ്റാതാകും. ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എള്ളെണ്ണയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ.
കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് കറക്റ്റ് അളവിനെ വേഗമുള്ളൂ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത്. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വരണം നമ്മുടെ റൈസ്. കാരണം സൂഷി റൈസ് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശകലം പാടാണ്. നമ്മുടെ സൂപ്പൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം. നല്ല എരിവുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ കൂട്ടി അങ്ങോട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കിയതാണ്. നല്ല വെടിക്കെട്ട് എരിവ്. അപ്പം സൂപ്പ് ഉഗ്രൻ. നമ്മുടെ മെയിൻ കക്ഷിയായ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇനി ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം. ചൂടോടെ കഴിച്ചാലേ അതിൻ്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ. ടേസ്റ്റ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എഗ്ഗിൻ്റെയും ചിക്കൻ്റെയും ടേസ്റ്റ് കുറച്ച് മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. സൂപ്പർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.